തീർച്ചയായിട്ടും ഏതൊരു രാഷ്ട്രീയ സാഹചര്യമാണെങ്കിലും UDF ജയിക്കും. 5000-ൽ കുറയാത്ത ഭൂരിപക്ഷത്തിന് വിജയിക്കുന്നതാണ് എൻ്റെ ഒരു കാൽക്കുലേഷൻ. പാർട്ടിയുടെ മുഴുവൻ ഇന്നലെ രാത്രി വരെ കണക്കുകളൊക്കെ പരിശോധിക്കുന്നുണ്ട്. പക്ഷേ എങ്കിലും പൊതുവായിട്ടുള്ള നിലമ്പൂരിൻ്റെ ഒരു പഴയ ചരിത്രം വെച്ച് ഇങ്ങോട്ടുള്ള ഇലക്ഷൻ പരിശോധിച്ചാൽ എന്തു വന്നാലും 5000 വോട്ട് മിനിമം, അത് എത്ര വേണമെങ്കിലും ഉയരാം. 5000-ൽ കുറയാത്ത വോട്ടിന് UDF തീർച്ചയായിട്ടും നിലമ്പൂർ ജയിക്കും. പ്രധാനമായും ജയിക്കാനുള്ള ഒരു 4 സാഹചര്യങ്ങളെന്ന് പറയുന്നത്, ഒന്ന്, UDF ഒറ്റക്കെട്ടായി തന്നെ അവിടെ പ്രവർത്തിച്ചു. പ്രത്യേകിച്ച് കോൺഗ്രസ് മുസ്ലിം ലീഗുമായി വളരെ ഐക്യത്തിലാണ് പ്രവർത്തിച്ചത്. 2 തെരഞ്ഞെടുപ്പുകൾ ഉണ്ടായ ക്ഷീണം പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ തുടക്കം മുതൽക്ക് തന്നെ UDF-ലുണ്ടായി. അതായത് 2016-ഉം 2021-ൻ്റെ അനുഭവങ്ങൾ വെച്ചുകൊണ്ട് തന്നെ ആ എല്ലാ പഴുതും അടച്ചുകൊണ്ടാണ് ഇലക്ഷൻ പ്രചാരണം നടന്നത്. രണ്ടാമത്തത്, ആശാ വർക്കർമാരുടെ നിശബ്ദ പ്രചരണം, അത് UDF-ന് വളരെ കരുത്ത് നൽകിയിട്ടുണ്ട്. പ്രിയങ്ക ഗാന്ധിയുടെ വരവ് ആവേശം ഇരട്ടിയാക്കി. നാലാമത്, ഇലക്ഷൻ്റെ തലേ ദിവസത്തെ ഗോവിന്ദൻ മാഷ RSS അനുകൂല പ്രസ്താവനയും UDF-ന് അനുകൂലമായിട്ട് വന്നു. അപ്പോൾ ഈ 4 ഘടകങ്ങൾ തന്നെയാണ് ഞങ്ങളുടെ വിജയത്തിൻ്റെ പ്രധാനമായിട്ടുള്ള കാരണങ്ങൾ. ഇല്ല, സ്വരാജിൻ്റെ സ്ഥാനാർത്ഥിത്വമൊന്നും ഒരു കണക്കിന് UDF-നെ ബാധിക്കില്ല. അദ്ദേഹം തൃപ്പൂണിത്തറയിൽ 5 വർഷം MLA ആയിട്ട് പിന്നീട് നടന്ന ഇലക്ഷനിൽ അദ്ദേഹം പരാജയപ്പെട്ടല്ലോ. അതുകൊണ്ട് സ്വരാജ് ഇപ്പോൾ അത്ര ഒരു ഗംഭീര സ്ഥാനാർത്ഥിയാണെന്നും ഞങ്ങൾക്ക് അഭിപ്രായമൊന്നുമില്ല. പക്ഷേ അദ്ദേഹം ഒരു ചെറുപ്പക്കാരനാണ്. പക്ഷെ അതൊന്നും ഇലക്ഷന് ഞങ്ങളെ ബാധിക്കില്ല. തീർച്ചയായും ഇത് സർക്കാരിൻ്റെ വിലയിരുത്തലായിരിക്കും. ഞങ്ങൾ ആദ്യം മുതൽക്ക് തന്നെ പറയുന്ന കാര്യമാണ്. കാരണം ഇതുവരെയുള്ള ബൈ ഇലക്ഷനിലൊക്കെ എല്ലാവരും സിറ്റിംഗ് സീറ്റുകളാണ് നിലനിർത്തിയത്. പക്ഷേ ഞങ്ങളുടെ സിറ്റിംഗ് സീറ്റുകൾ പൊതു തെരഞ്ഞെടുപ്പിൽ ജയിച്ചതിനേക്കാൾ 2 ഇരട്ടി 3 ഇരട്ടി ഭൂരിപക്ഷത്തിലൊക്കെയാണ് ഞങ്ങൾ നിലനിർത്തിയതെങ്കിൽ നിലമ്പൂർ ഞങ്ങൾ പിടിച്ചെടുക്കുക. അപ്പോൾ അതുകൊണ്ട് അല്ല, അതുവരെ പോകാൻ സാധ്യതയുണ്ട്. ഞാൻ പറയുന്നത് നിലമ്പൂരിൻ്റെ ഇതുവരെയുള്ള ചിത്രം പരിശോധിച്ചാൽ 34 വർഷം MLA ആയിരുന്ന ആര്യാടൻ മുഹമ്മദ് തന്നെ 3 തവണയാണ് 10000-ൽ കൂടുതൽ ജയിച്ചത്. 87, 2001, 2006. ബാക്കിയെല്ലാം അധികം എബവ് 10,000 ആയി. ഞാൻ ആ ഒരു പിക്ചർ വെച്ചിട്ടാണ് പറയുന്നത്. പക്ഷേ ഈ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള അനുകൂല ഘടകങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ രമേശ് പറഞ്ഞ് ഭൂരിപക്ഷത്തിലേക്ക് എത്താം. ഞാൻ ഏറ്റവും കുറച്ച് കണക്ക് പറയുന്ന ഒരാളാണ്. അല്ല, അതിൽ ഒരു ഗ്യാപ്പ് വന്നു. മറ്റൊന്നുമല്ല, അദ്ദേഹം ഡെലിഗേഷൻ്റെ ഭാഗമായിട്ട് വിദേശത്താണെന്ന് പത്രങ്ങളിലൊക്കെ വാർത്തയുണ്ടായിരുന്നു. പിന്നെ അദ്ദേഹം ആകെ 2 ദിവസമാണ് ഡൽഹിയിലേക്ക് വന്നത്. ആ സമയത്ത് പ്രധാനമന്ത്രിയുമായിട്ടുള്ള ഒരു ഡിസ്കഷനൊക്കെ ഉള്ളതുകൊണ്ട് അദ്ദേഹം അവൈലബിൾ ആണോ എന്ന് അറിയാത്തത് കൊണ്ടാണ് അദ്ദേഹത്തിനെ ബന്ധപ്പെടാതിരുന്നത്. നേരെ മറിച്ച് അദ്ദേഹം അവൈലബിൾ ആണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ക്ഷണിക്കുമായിരുന്നു. ഇതെല്ലാമായിട്ട് പോലും താരപ്രചാരകരുടെ പട്ടികയിൽ അദ്ദേഹത്തിൻ്റെ പേരുണ്ടായിരുന്നു. ഏതായാലും ഒരു കാര്യം ഇന്നലെ അധികം വ്യക്തമാക്കി, എല്ലാ ഊഹാപോഹങ്ങളെയും അവസാനിപ്പിച്ചുകൊണ്ട് പാർട്ടിയിൽ ഉറച്ചു നിൽക്കും. അവശേഷിച്ച വർഷം തിരുവനന്തപുരത്തിൻ്റെ MP എന്നുള്ള നിലയിൽ പ്രവർത്തിക്കും എന്ന് അദ്ദേഹം പറഞ്ഞതിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുകൊണ്ട് അദ്ദേഹം പാർട്ടിയോടൊപ്പം ഉണ്ടാവും. പാർട്ടിയുടെ കരുത്തായി അദ്ദേഹം പ്രവർത്തിക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അല്ല, തലമുറകൾ മാറുമ്പോൾ ഒരുപാട് ശൈലിയിൽ മാറ്റം വരുമല്ലോ. നമ്മളതിനെ ആരെയും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഓരോ തലമുറ മാറുമ്പോൾ അവരുടേതായിട്ടുള്ള ശൈലികൾക്ക് മാറ്റങ്ങളുണ്ടാവും. അപ്പോൾ ആ മാറ്റങ്ങളുടെ ഫലമായിട്ടാണ് സ്വാഭാവികമായിട്ടും ഉണ്ടാവാൻ ചാൻസ് ഉള്ളത്. ക്രെഡിറ്റ് UDF-ന് മൊത്തത്തിലുണ്ട് UDF-ന് ക്രെഡിറ്റ്. കാരണം UDF-ൻ്റെ പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് അവരുടെ കാൻഡിഡേറ്റ് നിൽക്കുന്ന പോലെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിച്ചിട്ടുള്ളത്. ഞാനിപ്പോൾ ഫീൽഡിൽ പോയ ഒരാളാണ്. ഞാൻ ഏറ്റവും അധികം കുടുംബയോഗത്തിലാണ് ഞാൻ പങ്കെടുത്തത്. ഞാൻ പൊതുപരിപാടിയിൽ അധികം ഉണ്ടായിട്ടില്ല. ഞാൻ കുടുംബയോഗത്തിലാണ് പങ്കെടുത്തത്. ആ കുടുംബയോഗങ്ങളിലൊക്കെ തന്നെ 2 പാർട്ടിയുടെയും നേതാക്കന്മാർ നല്ല രീതിയിലാണ് ആ കുടുംബയോഗങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. ധാരാളം സ്ത്രീകൾ ഉൾപ്പെടെ അതിൽ പങ്കെടുത്തിരുന്നു. അപ്പം അതിൽ നിന്ന് തന്നെ
മുന്നണി ഒരു മനസ്സോടെ പ്രവർത്തിച്ചു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. അല്ല, അഖിലേന്ത്യാ നേതൃത്വത്തിൻ്റെ കാര്യം ഞങ്ങളുടെ നിയന്ത്രണത്തിലല്ല. കേരളത്തിൽ അധികമായിട്ട് ഒരു പ്രശ്നവുമില്ല. അദ്ദേഹം കഴിഞ്ഞ ഇലക്ഷനിലൊക്കെ ഇപ്പോൾ പാലക്കാടൊക്കെ എന്നേക്കാൾ ആദ്യം ഫീൽഡിലേക്ക് വന്ന ഒരാളാണ്. പക്ഷെ ഇത്തവണ അദ്ദേഹത്തിൻ്റെ ഈ വിദേശ അത് കാരണമാണ് നാട്ടിലുണ്ടാവുമോ എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടായതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഗ്യാപ്പ് വരാൻ ഇടയായത്. പക്ഷേ അല്ല, ഇപ്പോഴത്തെ നേതൃത്വമായിട്ട് അങ്ങനെ അഭിപ്രായ വ്യത്യാസം അദ്ദേഹത്തിന് ഉണ്ടാവേണ്ട ഒരു കാര്യമില്ല. ഞങ്ങളെല്ലാ കാര്യവും അദ്ദേഹമായിട്ട് ബന്ധപ്പെടാറുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരത്ത് തന്നെ ഞങ്ങൾ കോർപ്പറേഷൻ കാര്യങ്ങൾ ഉൾപ്പെടെ അദ്ദേഹത്തിൻ്റെ ഉൾപ്പെടെ സജഷൻ വാങ്ങിക്കൊണ്ടാണ് ഞങ്ങൾ തീരുമാനം എടുക്കുക. ഒരു സംശയമില്ല കാര്യം. അത് എന്തായാലും പറയട്ടെ, പറയുമ്പോൾ പറയാം. നമുക്ക് അങ്ങനെയൊന്നുമില്ല, സതീശനിസമൊന്നുമില്ല. അതിന് ഞങ്ങൾക്ക് ആർക്കും 10 വർഷമായിട്ട് അധികാരമൊന്നും ഇല്ലല്ലോ. പിന്നെ എന്ത് ഇസാ? പിണറായി ഉണ്ട്, കാരണം അധികം 9 കൊല്ലമായിട്ട് മുഖ്യമന്ത്രിയാണ്. ഞങ്ങൾക്ക് എന്ത് ഇസാണ്? ഞങ്ങൾക്കിപ്പോൾ ഒരു ദിവസവും ഇല്ല. അല്ല, ഇന്നലെ ശിവൻകുട്ടിയുടെ തീരുമാനത്തിന് ഞാൻ സ്വാഗതം ചെയ്യുന്നു. നന്നായി, അത് തന്നെയാണ് ചെയ്യേണ്ടത്. പക്ഷേ മുഖ്യമന്ത്രി ഒരു കാര്യം ചെയ്യാം. ഈ ഒളിച്ചുകളി അവസാനിപ്പിച്ച് ഗവർണർക്ക് ശക്തമായിട്ട് കത്ത് നൽകുക. സംസ്ഥാന സർക്കാരിൻ്റെ ഏത് ചടങ്ങ് രാജ്ഭവനിൽ സംഘടിപ്പിക്കുമ്പോഴും ഈ കാവിക്കൊടി ഏന്തിയ ആ ചിത്രം പാടില്ല എന്ന് കർശനമായിട്ട് പറയണം. ഭാരതാംബയാവണമെങ്കിൽ ത്രിവർണ്ണ പതാകയാണ് പിടിക്കേണ്ടത്. അശോക സ്തംഭമുള്ള ത്രിവർണ്ണ പതാകയാണ് ഭാരതാംബയുടെ സങ്കല്പം. ഇത് RSSൻ്റെ പരിപാടിയിൽ ഉള്ള ചിത്രമാണ്. ഇതിനെ അമ്മയായിട്ട് ആരും കണക്കാക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒളിച്ചുകളി അവസാനിപ്പിച്ച് മുഖ്യമന്ത്രി ശക്തമായിട്ട് കത്തയക്കണം. അല്ലെങ്കിൽ എന്താണെങ്കിലും ഒരു കൊല്ലം കഴിയുമ്പോൾ ഒരു ഇലക്ഷൻ നടത്തി പുതിയ ഗവൺമെൻറ് സത്യപ്രതിജ്ഞ ഉണ്ടാവുമല്ലോ. അന്നും ഈ ചിത്രം വെച്ച് ഇയാൾ കളിക്കും ഗവർണർ. അതുകൊണ്ട് ഇത് ഇപ്പോഴേ അവസാനിപ്പിക്കണം. റിട്ടേൺ ആയിട്ട് കൊടുക്കുക, റിട്ടേൺ ആയിട്ട് പറയുക, ഇത് ഞങ്ങൾ അംഗീകരിക്കില്ല, ഈ ചിത്രമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് തന്നെ പറയും. ഞാൻ 2 വർഷം മുമ്പ് നിങ്ങളോടൊരു കാര്യം പറഞ്ഞിരുന്നു. അന്ന് ഈ ആരിഫ് മുഹമ്മദ് ഖാനെ തിരിച്ചു വിളിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അന്നൊരു കമൻറ്റ് പറഞ്ഞിരുന്നു. നിങ്ങൾ ഓർക്കുന്നുണ്ടോ എനിക്കറിയില്ല. ഞാൻ അന്ന് പറഞ്ഞത് ആരിഫ് മുഹമ്മദ് ഖാൻ എല്ലാ പാർട്ടിയിലും പോയിട്ട് വന്ന ആളാണ്. പക്ഷെ അദ്ദേഹത്തിനെ തിരിച്ചു വിളിച്ചാൽ പകരം വരുന്നത് പക്ക RSSകാരനായിരിക്കുന്നു 2 കൊല്ലം മുമ്പ് ഞാൻ പറഞ്ഞത് ഇന്ന് അക്ഷരാർത്ഥത്തിൽ ശരിയായിട്ട് വന്നിരിക്കുക. ആരിഫ് മുഹമ്മദ് ഖാൻ ഇങ്ങനത്തെ ഏർപ്പാടൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ വെറും സംഘപരിവാർ അജണ്ടയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അത് അംഗീകരിക്കാൻ കഴിയില്ല.